ധന്യ, ഈ പാകിസ്ഥാനെ പൂട്ടിയിരിക്കുകയാണ് NIA. പാകിസ്ഥാന്റെ എല്ലാ സംവിധാനങ്ങളും തകർന്ന അവസ്ഥയിലാണ്. വെള്ളമില്ല, നിത്യോപയോഗ സാധനങ്ങളില്ല, ഒപ്പം അവശ്യ വസ്തുക്കളില്ല, അതോടൊപ്പം തന്നെ കൃഷി എല്ലാം നശിച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ യുദ്ധത്തിലേക്ക് ഇന്ത്യ ഏത് സമയം എത്തുന്നുള്ള ഭയവും. എങ്ങനെയാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ? പാകിസ്ഥാൻ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി. അവശ്യ സാധനങ്ങളില്ല. 1 കിലോ കോഴിക്ക് 800 രൂപ, അരിക്ക് 86 രൂപ. അപ്പോൾ ഇതൊക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, ഈ വില കൂട്ടുമ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. പിന്നെ വെള്ളമില്ല, കൃഷി നശിച്ചു, ഉറി ഡാം തുറന്നു വിട്ടു, ഭൂകമ്പം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. അത് മിസൈൽ പരീക്ഷണമാണെന്നൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാന്. പക്ഷേ ഭൂകമ്പം രേഖപ്പെടുത്തിയതായിട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു. അതിൽ ചെനാബ് നദി വരണ്ട് പിന്നെ വരൾച്ചയുടെ അങ്ങ് അറ്റത്തെ രീതിയായിട്ടായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം NIA ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. NIA മേധാവി പഹൽഗാമിൽ സന്ദർശിച്ചു. ബൈസരൺ വാലിയിലെ ആ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചു. ഇപ്പോഴും ഭീകരർ കശ്മീർ വിട്ട് പോയിട്ടില്ല എന്നുള്ള നിർണായക വിവരമാണ് കിട്ടുന്നത്. അതായത് അവിടുത്തെ പ്രദേശവാസികളിൽ ആരെയൊക്കെ വീടുകളിൽ ഇവർക്ക് ഭക്ഷണം ഒരുക്കുന്നുണ്ട്, ഇവർ അവിടെ സുരക്ഷിതരായി ഇരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. NIA മേധാവി അവിടെയൊക്കെ സന്ദർശിച്ച് കൃത്യമായ തെളിവുകളും വിവരങ്ങളും ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ തന്നെ ഹാങ്ങർമാർ ഈ നമ്മുടെ ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വന്ന് പ്രകോപനം നടത്തി ഇന്ത്യ സൈന്യത്തെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യ തിരിച്ച് അടിക്കാൻ തയ്യാറാകുന്നുണ്ട്. തിരിച്ചടികൾ ശക്തമായി നടക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി എന്നതിനപ്പുറം ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ തിരിച്ചു കൊണ്ടുവരിക, ഇന്ത്യയിലേക്ക് ജീവനോടെ കിട്ടുമെങ്കിൽ അതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരിക. കാരണം UN തന്നെ ഇന്ത്യ പറഞ്ഞത് തെമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ, തീവ്രവാദത്തെ വളർത്തുന്ന രാജ്യമാണ്. ആ പാകിസ്ഥാനുമായി ഇനി ഒരു തരത്തിലുള്ള ബന്ധവും ഞങ്ങൾ വയ്ക്കില്ല, പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ഞങ്ങൾ വയ്ക്കില്ല എന്നുള്ള നിലപാട്, ശക്തമായ നിലപാട് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒമർ അബ്ദുള്ള പറയുന്നത് ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ പാകിസ്ഥാനെ ഇഷ്ടമാണ്, പാകിസ്ഥാനിലെ ജനങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ ഇവിടുത്തെ സൈന്യത്തിനാണ് അവരെ ഇഷ്ടമില്ലാത്തത്. ഒമർ അബ്ദുള്ളയുടെ വാക്കുകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. സ്വന്തമായി തെറ്റ് ഏറ്റെടുത്ത ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ നേതാവ് പറയുന്നതാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് പാകിസ്ഥാനെ ഇഷ്ടം. എങ്ങനെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് പാകിസ്ഥാനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത്? നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് വന്ന് നിരപരാധികളായ 27 പേരുടെ ജീവനാണ് ഇവന്മാർ കവർന്നുകൊണ്ട് പോയത്. തോക്കിൻ മുന്നിൽ മതം ചോദിച്ചുകൊണ്ടുള്ള പ്രകോപനമാണ് ഉണ്ടായത്. ഇന്ത്യയെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ, അല്ലെങ്കിൽ അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഉമർ വന്നത്. എന്നിട്ട് അത് നടപ്പിലാക്കാൻ ഇന്ത്യയെ കഴിയാത്തത് ഇന്ത്യയുടെ ജനങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഉമർ അബ്ദുള്ള തന്നെ പറയുന്നു, ഇന്ത്യയിലെ ആളുകൾക്ക് പാകിസ്ഥാനോട് വല്ലാത്ത സ്നേഹമാണ്, അവരെ സമ്മതിക്കാത്തത് ഇന്ത്യൻ സൈന്യമാണ് എന്നുള്ളത്. നമ്മുടെ സൈന്യം ഒന്ന് കണ്ണടച്ചാൽ, നമ്മുടെ സൈന്യം ഒന്ന് സുരക്ഷ കുറച്ചാൽ ഈ പാകിസ്ഥാനിലെ തീവ്രവാദികൾ മുഴുവൻ ഇന്ത്യയിലേക്ക് കയറി വരും. ഇന്ത്യയിലേക്ക് കയറി വന്ന് ഇന്ത്യയിലെ ജനങ്ങൾ, ഇപ്പോൾ മതം ചോദിച്ച് 26 പേരെ കൊന്ന ഇവർ മതം ചോദിച്ചുകൊണ്ട് ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ മുഴുവൻ തീർക്കില്ലേ? അപ്പോൾ എന്തർത്ഥത്തിലാണ് ഒമർ അബ്ദുള്ള ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഇന്നലെ നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസ് പറഞ്ഞത്, ബാബറി മസ്ജിദ് ഞങ്ങൾ പണിയും, അവിടത്തെ ആദ്യത്തെ ഇഷ്ടിക വയ്ക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമായിരിക്കും, അവിടെ ആദ്യമായി ബാങ്ക് വിളിക്കുന്നത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ മേധാവി അസീം മുനീർ ആയിരിക്കും. അതെത്ര പ്രകോപനപരമായ കാര്യം! ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ബാബർ മസ്ജിദ് പണിയുന്നത് പാകിസ്ഥാൻ ആയിരിക്കും, ബാങ്ക് വിളിക്കുന്നത് അവിടുത്തെ പാക് മേധാവി ആയിരിക്കും, പട്ടാള മേധാവി ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇന്ത്യയെ എങ്ങനെയൊക്കെ പ്രകോപനത്തിൽ ഏർപ്പെടുത്താം. എന്നിട്ട് ഇന്ത്യ അടിക്കുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ തല കുനിക്കാം. പക്ഷെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, അടി ഞങ്ങൾ തരും, അത് ശക്തമായി തന്നെ തരും. പക്ഷേ അതെങ്ങനെയായിരിക്കും എന്നുള്ളത്, ഇപ്പൊ പുൽവാമയിലൊക്കെ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ 12 ദിവസത്തിന് ശേഷമാണ് മറുപടി നൽകിയത്. ആ മറുപടി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നട്ടലിനേറ്റ അടിയായിരുന്നു. ഇനി പാകിസ്ഥാന്റെ തല കൊയ്യുന്ന രീതിയിലുള്ള അടിയായിരിക്കും ഇന്ത്യ നൽകാൻ പോകുന്നത്. അത് തന്നെയാണ് NIA മേധാവി അവിടെ സന്ദർശിച്ചതും കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണുന്നതും. കാരണം പ്രധാനമന്ത്രി പൂർണ്ണമായി സേനകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒമർ അബ്ദുള്ള പറയുന്ന വാക്കുകൾ, അതോടൊപ്പം തന്നെ നവാസ് ഷെരീഫിന്റെ ഭാര്യ പറയുന്ന വാക്കുകൾ, നവാസ് ഷെരീഫിന്റെ മകൾ പറയുന്ന വാക്കുകൾ, ഇതൊന്നും തന്നെ
മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒമർ അബ്ദുള്ളയ്ക്ക് നല്ലൊരു ആർജവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല. എന്നിട്ട് ഇപ്പോൾ കിടന്ന് വീരവാദം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതോടൊപ്പം തന്നെ നവാസ് ഷെരീഫിൻ്റെ മകളാണെങ്കിലും അവർക്കൊക്കെ എന്തും വിളിച്ചു പറയാം. അതൊന്നും നമ്മൾ ആ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇവിടെ വന്ന് ഒരു ഇഷ്ടിക പോയിട്ട് ഇവിടെ വരാൻ പോലും അവരെ കൊണ്ട് സാധ്യമല്ലെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തരം നമ്മൾ പറയുമല്ലോ, പലരോടും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പട്ടി വന്ന് പുറകിന് കുറച്ചുകൊണ്ട് വരും. അപ്പം നമ്മൾ വണ്ടി നിർത്തി തിരിച്ചു കുറയ്ക്കുമോ? ഇല്ലല്ലോ. എന്ന രീതിയിൽ അതിനെ കാണാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇതിലൊക്കെ ഈ ശക്തമായ മറുപടി ഇന്ത്യയുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കും കാണിക്കുക, അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഈ വീരവാദം പറയുന്നവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പക്ഷെ അവർ പ്രാവർത്തികമാക്കുകയുമില്ല. പക്ഷേ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പറയാനൊന്നും നിൽക്കില്ല. അതുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കത്തേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ശക്തമായ മറുപടിക്കായി വെയിറ്റ് ചെയ്യുകയാണ്. പാകിസ്ഥാന് ഇനി ഏത് തരത്തിലായിരിക്കും അതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ അരിക്കൊക്കെ ഇത്രയധികം വില കൂടി, നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല, വെള്ളം കിട്ടാനില്ല, കോഴിക്കൊക്കെ ഭീമമായ വിലയാകുന്നു. അവിടെ സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആഭ്യന്തര കലാപങ്ങൾ രൂക്ഷമായിരിക്കുന്നു. അതിനിടയ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏത് സമയവും ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. പട്ടാളക്കാർ ഒളിച്ചോടുന്നു. അങ്ങനെ എന്തെല്ലാം പ്രശ്നത്തിൻ്റെ മേളിലിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിൻ്റെ ഇടയിൽ ഉള്ളൊരു ജൽപ്പനങ്ങളായി മാത്രമേ ഇതിനെയൊക്കെ കാണേണ്ടതുള്ളൂ. പക്ഷേ അല്ലാതെ ഇതുകൊണ്ടൊന്നും ഇവർക്കൊന്നും ചെയ്യാനും കഴിയില്ല. പിന്നെ ഈ ഒമർ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വന്തം സംസ്ഥാനം നന്നായി നോക്കണം. ഇതിപ്പോൾ അയാളുടെ സംസ്ഥാനം മുഴുവൻ നശിക്കുന്ന അവസ്ഥയിലാണ്. 50ഓളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. ഇനിയിപ്പോൾ അവിടെ എല്ലാം ടൂറിസം വഴി കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം എല്ലാം നിന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ആരും പോകത്തില്ല. അവിടെ എല്ലാം ഒരുമാതിരിയായി അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒമർ അബ്ദുള്ളയ്ക്കാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സംസ്ഥാനത്തെ നോക്കാൻ കഴിവില്ലാത്ത അയാൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പറയുന്നത് ഇനി ആരും മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അതിനിടയ്ക്ക് വന്നത് അമേരിക്കയിലെ പാക് അംബാസിഡർ പറയുന്നത് ഇന്ത്യയെ പോലുള്ള വലിയ രാജ്യത്തോട് ഞങ്ങൾ യുദ്ധത്തിനില്ല. അങ്ങനെ യുദ്ധം ചെയ്താൽ പാകിസ്ഥാൻ തീരും, 4 ഭാഗമായി ഛിന്ന ഭിന്നമാകും എന്നുള്ളതാണ്. ലോക സമാധാനത്തിന് വേണ്ടി ഇന്ത്യൻ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യമായി അമേരിക്കയിലെ പാക് അംബാസിഡർ റിസ്വാൻ സയ്യിദ് ഷെയ്ഖ് ഡൊണാൾഡ് ട്രംപിനോട് സഹായം തേടി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ നടപടികൾ ഊർജിതമാക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റിനോട് സഹായം തേടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കാരണം കശ്മീറാണ്. ഇന്ത്യയെ പോലുള്ള വലിയ രാജ്യത്തോട് യുദ്ധത്തിനില്ല, സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അമേരിക്കൻ മാഗസീൻ അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇന്ത്യയോട് മുട്ടാൻ പോയ തിരിച്ചടി വളരെ ശക്തമായിരിക്കും, അത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിരിക്കും എന്നുള്ളത്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വിശദമാക്കുന്ന തെളിവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടൽ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തോട് യുദ്ധത്തിന് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ യുദ്ധത്തിന് നിന്നാൽ ഞങ്ങളുടെ കാര്യം അവതാളത്തിലാകും. ഇപ്പൊ തന്നെ ഞങ്ങൾ പിച്ചച്ചട്ടി എടുത്തിരിക്കുന്നു. ഇനി ലോക രാജ്യങ്ങൾ കൂടി ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, ഉപരോധം ഏർപ്പെടുത്തിയാൽ ഞങ്ങൾ ഇതിലും വലിയ താഴ്ചയിലേക്ക് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഡൊണാൾഡ് ട്രംപ് ഒന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞ് ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്നാണ് പറയുന്നത്.